പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ പ്രശ്നങ്ങൾ വന്നു ചേർന്നതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ്. കാശിനാഥൻ ഗംഗയെ താലി കെട്ടുന്നതിനായി കയറി വരികയും ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വഴിത്തിരിവുണ്ടാകുന്നത്. ഇതോടെ അവിടേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ നമ്മുടെ സ്വന്തം മനു. ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന മനു വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കാശിനാഥനോട് വ്യക്തമാക്കുകയാണ്. ഗംഗയ്ക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് അവളെ നിർബന്ധിക്കരുത്. അത് ഒരിക്കലും നല്ലതിനായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. പക്ഷേ അതിന് താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന കാശിനാഥൻ, ഗംഗയെ ഞാൻ ആഗ്രഹിച്ചതാണ്. ആഗ്രഹിച്ച പെണ്ണിനെ എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത് എന്നുള്ള കാര്യം കാശിനാഥനെ ആരും പഠിപ്പിച്ചു തരേണ്ട. അതിനുള്ള വഴിയെല്ലാം ഈ കാശിനാഥൻ കണ്ടെത്തിക്കൊള്ളാം. ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെ ചെയ്യാമെന്ന് നീ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്നും നടക്കില്ല. പഴയ കാലമല്ല കാശിനാഥ, അത് നീ മറക്കണ്ട. ഇതേ തുടർന്ന് ഗംഗയോട് നിനക്ക് ഇവനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇപ്പോൾ അവൻ. ഇത് കേട്ടതിനെ തുടർന്ന് മനുവിനോട് താല്പര്യമില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുന്ന ഗംഗ, കാശിനാഥനെ ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവായി അംഗീകരിക്കാൻ തയ്യാറല്ല. അത് എവിടെയും വന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അവനോട് വെറുപ്പ് മാത്രമാണ് ഉള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് കാശിനാഥൻ ബലം പ്രയോഗിക്കുന്നതിന് മുന്നിലേക്ക് വരുന്നുവെങ്കിലും അത് തടയുകയാണ് മനു. നീ ഇവിടെ കിടന്ന് ഇനിയും ഷോ ഇട്ടാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. മര്യാദയ്ക്ക് പോകുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മടങ്ങി പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവർ. പക്ഷേ തോറ്റുപോവുകയാണ് എന്നുള്ള കരുതലൊന്നും ഇവിടെയുള്ള ആർക്കും വേണ്ട. ഞാൻ തിരികെ വരും. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകണമോ ആ അറ്റം വരെ ഞാൻ പോയിരിക്കും. അതാണ് കാശിനാഥൻ. ഗംഗേ, നീ എൻ്റെ പെണ്ണ. അത് നീ മനസ്സിൽ കുറിച്ചിട്ടോ. വേറെ ഒരുത്തനും നിന്നെ സ്വന്തമാക്കാമെന്നുള്ള കരുതൽ പോലും വേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. പക്ഷേ ഇതേ തുടർന്ന് ഗംഗയോട് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ മനു. എന്തിനും ഏതിനും കൂടെ ഞങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ചേട്ടൻ വന്നതിനെ തുടർന്ന് എനിക്ക് ഇപ്പോൾ വളരെയധികം കോൺഫിഡൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയും ഇപ്പോൾ ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ പുതിയ നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആ മനുവിനെ ഒതുക്കുന്നതിന് വേണ്ടി നടത്തണം എന്നുള്ള കാര്യം തൻ്റെ ചേച്ചിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാശിനാഥൻ. അവനെ നമുക്ക് തറപറ്റിക്കുക തന്നെ വേണം. അവനുണ്ട് എങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കില്ല. ഇത് കേട്ട കാശിനാഥന്റെ ചേച്ചി അത് ശരിയാണ് എന്ന് സമ്മതിക്കുന്നു. അവനെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഉടൻ തന്നെ നമുക്ക് നടത്താം. ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഇനിയില്ല. ഇത് നിനക്ക് ചേച്ചി തരുന്ന വാക്കാണ്. നാം അവരെ ഒതുക്കുക തന്നെ ചെയ്യും. അവളെ നിന്നെ കൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കും. ഇതിപ്പോൾ എൻ്റെ കൂടി വാശിയാണ് എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവർ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.